പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. അങ്ങനെ ഇത്രയും കാലം എന്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ്. ഇപ്പൊ എന്നെ ഇവളെ ആവശ്യമില്ലാതെ ചവിട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചെന്ന് കൊല്ലാൻ നോക്കിച്ച് അവർക്കും പോലീസുകാർക്കും അറിയാം ഇതിനകത്ത് മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് അവർക്കും അറിയാം. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തലിൽ എഴുതും. നോക്കിക്കോ. ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ക്ഷമയും ചോദിക്കുന്നുണ്ട്. നമ്മളൊരു കാരണവശാലും ഇപ്പോൾ ഒരു കഷായം ഗ്രീഷ്മയെ കുറിച്ചിട്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കാത്ത ഒരു റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഞാൻ വണ്ടി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ലോങ് ഒന്നും പോണ ഒരാളല്ല. പക്ഷെ അന്നെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ എൻ്റെ കൂടെ ഇവളും ഉണ്ട്. അപ്പൊ എന്നെ അഥവാ ഇടയ്ക്കിട്ട് പിടിച്ചോണ്ട് പോയാലും ഇവക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അപ്പൊ ഇവളെ സേഫായിട്ട് എത്തിക്കുന്ന രീതിയിൽ വേറെ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവളെ എൻ്റെ കൂടെ സേഫായിട്ട് കൊണ്ടുപോവുക, ഞാൻ സേഫായിട്ടിരിക്കുക എന്നൊരു ഓപ്ഷൻ എൻ്റെ കയ്യിലുള്ളൂ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.